ജീവൻ മുക്തി വിവേകം വാസനാക്ഷയ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. പൗരുഷവും സാധന സിദ്ധിയും. തത്വജ്ഞാനം, വാസനാക്ഷയം, മനോനാശം ഇവ ഒരുമിച്ച് അഭ്യസിച്ച് സിദ്ധി വരുത്തുവാൻ പൗരുഷം കൂടാതെ സാധ്യമല്ല. വസിഷ്ഠൻ തന്നെ രാമനോട് പറയുന്നു, തസ്മാത് രാഘവ യത്നേന പൗരുഷേണ വിവേകിന ഭോഗേച്ഛാം ധൂരതസ്ത്യക്ത്വാ ത്രയമേതത് സമാശ്രയേത്. അല്ലയോ രാമ, വസ്തുവിവേകത്തോടു കൂടിയ യത്നരൂപത്തിലുള്ള പൗരുഷത്തെ സമാശ്രയിക്കൂ. അങ്ങനെ ഭോഗേച്ഛ ദൂരെ കളഞ്ഞ് ഈ മൂന്ന് കൂട്ടവും അഭ്യസിക്കൂ. യത്നരൂപത്തിലുള്ള പൗരുഷം ഞാൻ ഏതുവിധവും തുടർന്ന് നിലനിർത്തും എന്നുള്ള ഉത്സാഹമാണ് ഉറപ്പ്. തത്വജ്ഞാനത്തിന് ശ്രവണ മനനങ്ങളാണ് ഹേതു. സങ്കല്പ നിരോധ രൂപത്തിലുള്ള സമബുദ്ധി പരിശീലനമാണ് മനോനാശത്തിന് ഹേതു. ദുർവാസനകളെ ക്ഷയിപ്പിക്കാൻ ആരംഭത്തിൽ വിദ്യാമാർഗ പ്രദർശകങ്ങളായ വിപരീത വാസനകൾ ശീലിക്കണം. ചിത്തം അസൂയാവാസന കൊണ്ട് കലുഷിതമാണെങ്കിൽ അതിന് വിപരീതമായ സൗഹൃദവാസന അഭ്യസിക്കണം. അന്യൻ്റെ ദുഃഖത്തിൽ ആഹ്ലാദിക്കാനാണ് ചിത്തത്തിന് തോന്നുന്നതെങ്കിൽ അതിനെ കാരുണ്യം പഠിപ്പിക്കണം. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഈർഷ്യ തോന്നുന്നുണ്ടെങ്കിൽ തത്സ്ഥാനത്ത് സന്തോഷത്തെ പ്രതിഷ്ഠിക്കാൻ യത്നിക്കണം. ഇങ്ങനെ സദ്വാസനകൾ പുഷ്ടിപ്പെട്ടാൽ ആത്മവാസന കൊണ്ട് ക്രമേണ അവയെയും തിരസ്കരിക്കാം. ഭോഗേച്ഛ തീരെ പരിത്യജിക്കാൻ യത്നിക്കണം. അല്പമായ ഭോഗേച്ഛ പോലും അനുഭവത്തിൽ കലാശിച്ചാൽ നെയ്യൊഴിച്ച തീയുപോലെ ആളിക്കത്താൻ തുടങ്ങും. അതുകൊണ്ടാണ് ഭോഗേച്ഛയെ അങ്ങകലെ വെടിയണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സംശയം വരാം. വിവിധിഷാ സന്യാസം തത്വജ്ഞാനം നേടാൻ വേണ്ടിയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വിദ്വത് സന്യാസം ജീവൻ മുക്തി വെളിപ്പെടുത്താനാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ തത്വജ്ഞാനം നേടി അനന്തരം വിദ്വത് സന്യാസം സ്വീകരിച്ച് ജീവിക്കുന്നയാളും തനിക്ക് ബന്ധന കാരണങ്ങളായ വാസനാ മനോവൃത്തികളെ നശിപ്പിക്കാൻ യത്നിക്കണമെന്ന് വന്നുകൂടുന്നതായി തോന്നുന്നുവല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. നേരത്തെ തന്നെ തത്വജ്ഞാനം നേടി അനന്തരം വിദ്വത് സന്യാസം സ്വീകരിച്ച് ജീവിക്കുന്നയാളും തനിക്ക് ബന്ധന കാരണങ്ങളായ വാസനാ മനോവൃത്തികളെ നശിപ്പിക്കാൻ യത്നിക്കണമെന്ന് വന്നുകൂടുന്നതായി തോന്നുന്നുവല്ലോ. തത്വജ്ഞാനത്തോടൊരുമിച്ചു തന്നെ വാസനാക്ഷയവും മനോനാശവും നേടണമെന്നല്ലേ ഇപ്പോൾ സിദ്ധാന്തിച്ചു കാണുന്നത്? ഇത് പരസ്പര വിരുദ്ധമായി തോന്നുന്നല്ലോ. ഈ സംശയം ശരിയല്ല. പ്രാധാന്യവും അപ്രാധാന്യവും മുൻനിർത്തിയാണ് വ്യവസ്ഥ. വിവിധിഷാ സന്യാസിക്ക് സന്യാസിക്ക് പ്രധാനം തത്വജ്ഞാനവും വാസനാക്ഷയ മനോനാശങ്ങൾ അപ്രധാനങ്ങളുമാണ്. വിദ്വത് സന്യാസിക്ക് തത്വജ്ഞാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടുതന്നെ അതിനുവേണ്ടിയുള്ള യത്നം അപ്രധാനമാണെന്ന് സിദ്ധിക്കുന്നു. വിദ്വത് സന്യാസി പ്രധാനമായി വാസനാക്ഷയ മനോനാശങ്ങൾക്കായി യത്നം തുടരേണ്ടതാണ്. അതുകൊണ്ട് രണ്ടിടത്തും മൂന്നും ഒരുമിച്ച് അഭ്യസിക്കേണ്ടതാണെന്നുള്ളതിൽ സംശയിക്കാനേയില്ല. തത്വജ്ഞാനം കൊണ്ട് തന്നെ കൃതകൃത്യനായി തീർന്നയാൾക്ക് വീണ്ടും അഭ്യാസം തുടരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ശങ്കിച്ചുകൂടാ. ജീവൻ മുക്തി പരിപാകത തന്നെയാണ് പ്രയോജനമെന്നോർക്കേണ്ടതാണ്. ജീവൻ മുക്തി പരിപാകത തന്നെയാണ് പ്രയോജനം എന്നോർക്കേണ്ടതാണ്. വിദ്വത് സന്യാസി തത്വം സാക്ഷാത്കരിച്ചയാളല്ലേ
അദ്ദേഹത്തിന് തത്വജ്ഞാന സാധനകളായ ശ്രവണ മനനാദി അനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. തത്വസാക്ഷാത്കാരം ഒരിക്കലുണ്ടായാൽ പിന്നെ അതിനെ സ്വരൂപത്തിൽ മാറ്റിമറിക്കാനോ ഇല്ലാതാക്കാനോ സാധ്യവുമല്ല. അതുകൊണ്ട് വിദ്വത്സന്യാസി വീണ്ടും ജ്ഞാനാഭ്യാസം തുടരണമെന്നു പറയുന്നതിന് എന്തർത്ഥം? തത്വാനുഭവം വിട്ടുപോകാതെ തുടർന്നു നിലനിർത്താൻ എങ്ങനെയും യത്നിക്കേണ്ടതാണ്. വാസിഷ്ഠത്തിൽ ലീലോപാഖ്യാന വേളയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തച്ചിന്തനം തത്കഥനം അന്യോന്യം തത്പ്രബോധനം ഏകദേകപരത്വം ച ജ്ഞാനാഭ്യാസം വിദുർബുധാഃ. സച്ചിദാനന്ദ സ്വരൂപമായ സത്യത്തെക്കുറിച്ചു തന്നെ ചിന്തിക്കണം, അതിനെക്കുറിച്ചു തന്നെ സംഭാഷണം ചെയ്യണം, പരസ്പരം സത്യബോധം പകരാൻ ശ്രമിക്കണം, എല്ലാം ബ്രഹ്മസ്വരൂപമായി കാണാൻ യത്നിക്കണം. ഇതാണ് ബ്രഹ്മാഭ്യാസമെന്ന് പണ്ഡിതന്മാർ കരുതുന്നു. വേറെ ചിലർ മറ്റൊരു തരം ബ്രഹ്മാഭ്യാസത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: സ്വർഗാദാവേവനോത്പന്നം ദൃശ്യം നാസ്ത്യേവ തത്സദാ ഇദം ജഗദഹം ചേതി ബോധാഭ്യാസം വിദുഃപരേ. ലഘുയോഗവാസിഷ്ടം 6:3. സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ദൃശ്യം ഉണ്ടായിട്ടേയില്ല, അതുകൊണ്ട് സദാ ഇല്ലാത്തതു തന്നെ. സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ദൃശ്യം ഉണ്ടായിട്ടേയില്ല, അതുകൊണ്ട് സദാ ഇല്ലാത്തത് തന്നെ. ഈ ജഗത്തെന്നും ഈ ഞാനെന്നും വേർതിരിഞ്ഞു കാണുന്ന ഇവ ഇല്ലേയില്ല. ഒരേയൊരു ബോധവസ്തു മാത്രമാണുള്ളത്. ഈ അനുഭവം ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ബോധാഭ്യാസം. മനോനാശ വാസനാക്ഷയാഭ്യാസങ്ങളും വാസിഷ്ഠം വിവരിക്കുന്നുണ്ട്. ജ്ഞാതാവായ ബോധവസ്തുവിന് ജ്ഞേയമായ ദൃശ്യം തീരെ ഇല്ലാത്തതാണെന്ന് യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും അനുഭവിച്ചറിയാൻ ആര് ശ്രമിക്കുന്നുവോ അവരാണ് അഭ്യാസികൾ. ജ്ഞാതാവെന്നും ജ്ഞേയമെന്നുമുള്ള വേർതിരിവ് തീരെ ഇല്ലാത്തതാണെന്നറിയണം. ഇതിനുള്ള യുക്തിയാണ് യോഗാഭ്യാസം. അതുതന്നെയാണ് മനോനാശാഭ്യാസം. ദൃശ്യം തീരെ ഇല്ലാത്തതാണെന്ന് തെളിയുന്തോറും രാഗദ്വേഷങ്ങൾ കുറഞ്ഞുവരും. അതോടെ ആത്മസുഖം പുതുതായി ഉദയം ചെയ്യും. രാഗദ്വേഷങ്ങളെക്കുറിച്ച് ഈ ആത്മസുഖം വളർത്തുന്നത് തന്നെയാണ് ബ്രഹ്മാഭ്യാസം. ഇതുതന്നെയാണ് വാസനാക്ഷയാഭ്യാസം. ഈ 3 അഭ്യാസങ്ങളും സാമാന്യമായി പിന്തുടരേണ്ടവയാണല്ലോ. ഇവയുടെ പ്രാധാന്യ അപ്രാധാന്യ ഭാവങ്ങൾ നിർണയിക്കുക പ്രയാസമല്ലേ എന്ന് ശങ്കിക്കാനില്ല. പ്രയോജനത്തെ മുൻനിർത്തി പ്രാധാന്യ അപ്രാധാന്യ ഭാവങ്ങൾ നിർണയിക്കാവുന്നതാണ്. ജീവൻ മുക്തിയും വിദേഹമുക്തിയും. മോക്ഷം കൊതിക്കുന്ന പുരുഷന് ജീവൻ മുക്തിയെന്നും വിദേഹമുക്തിയെന്നും 2 പ്രയോജനങ്ങളാണ് മുമ്പിലുള്ളത്. കഠോപനിഷത്തിലെ പ്രഖ്യാപനം നോക്കുക. പുരമേകാദശദ്വാരം അജസ്യാവക്രചേതസഃ അനുഷ്ഠായ ന ശോചതി വിമുക്തശ്ച വിമുച്യത്തെ. ഈ ശരീരം 11 വാതിലുകളോട് കൂടിയ പുരമാണ്. ജനന മരണരഹിതനും നിത്യവിജ്ഞാന സ്വരൂപിയുമായ ആത്മാവാണ് അതിൻ്റെ സ്വാമി. ആ പ്രഭുവിനെ നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ ദുഃഖമുണ്ടാകുന്നതല്ല. ഈ പുരം കൈവെടിയുന്നതോടെ വിമുക്തനായി ഭവിക്കുകയും ചെയ്യും. ഇവിടെ ബ്രഹ്മപുരമായ ശരീരത്തിൽ കഴിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പുരുഷന് ദൈവസമ്പത്തുകൊണ്ട് മോക്ഷം, ആസുരസമ്പത്തുകൊണ്ട് ബന്ധം. ഇതാണ് നിയമം. ഗീത 16-ാം അധ്യായത്തിൽ ഭഗവാൻ ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. ദൈവീ സമ്പദ്വിമോക്ഷായ നിബന്ധായാസുരീമത. ദൈവീ സമ്പത്ത് മോക്ഷത്തെ തരുന്നു, ആസുരീ സമ്പത്ത് ബന്ധത്തെ ഉളവാക്കുന്നു. ദൈവാസുര സമ്പത്തുകൾ എന്തൊക്കെയാണെന്നും അവിടെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഭയമില്ലായ്മ, ചിത്തശുദ്ധി കൊണ്ടുണ്ടാകുന്ന സത്വഗുണത്തിൻ്റെ വളർച്ച, സത്യമെന്തെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന ജ്ഞാനയോഗത്തെ സമാശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം, ഇവ ദൈവീ സമ്പത്തുകളാണ്.
അതുപോലെ തന്നെ ദാനം, ഇന്ദ്രിയ നിഗ്രഹം, യജ്ഞം, വേദാന്ത പഠനം, കളങ്കമില്ലായ്മ, തേജസ്, ക്ഷമ, ധൈര്യം, ശുചിത്വം, ദ്രോഹചിന്തയില്ലായ്മ, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, ലോഭമില്ലായ്മ, ദയ, തൃഷ്ണയില്ലായ്മ, മൃദുത്വം, ലജ്ജ, ഇളക്കമില്ലായ്മ, ധൈര്യം, ദുരഭിമാനമില്ലായ്ക ഇവയും ദൈവീ സമ്പത്തിൽ ഉൾപ്പെടുന്നു. നേരെ മറിച്ച് ഗർവ്, അഹങ്കാരം, ദുരഭിമാനം, കോപം, പരുഷത, സത്യബോധമില്ലായ്മ ഇവയൊക്കെയാണ് ആസുരീ സമ്പത്തുകൾ. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞിട്ട് 16-ാം അധ്യായത്തിൽ അവസാനം വരെ ആസുര സമ്പത്ത് വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ അശാസ്ത്രീയവും സ്വഭാവസിദ്ധവുമാണ് ആസുര സമ്പത്തായ ദുർവാസന. ഇതിനെ ശാസ്ത്രീയവും പുരുഷപ്രയത്ന സാധ്യവുമായ ദൈവീ സമ്പത്തെന്ന സദ്വാസന കൊണ്ട് ക്ഷയിപ്പിക്കുമ്പോഴാണ് ജീവൻ മുക്തി. ജീവൻ മുക്തൻ ദേഹം വെടിയുന്നതോടെ വിദേഹമുക്തിയും പ്രാപിക്കുന്നു. മനോനാശപ്രകാരം വാസനാക്ഷയം കൊണ്ടാണ് ജീവൻ മുക്തി നേടേണ്ടതെന്ന് നാം കണ്ടുവല്ലോ. വാസനാക്ഷയം പോലെ തന്നെ മനോനാശവും ജീവൻ മുക്തിക്ക് കാരണമാണ്. അമൃതബിന്ദു ഉപനിഷത്ത് ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. വിഷയാസക്തമായ മനസ്സ് ബന്ധം ഉളവാക്കുന്നു. വിഷയവിമുക്തമായ മനസ്സ് മോക്ഷപദവിയിൽ എത്തി നിൽക്കുന്നു. വിഷയാസക്തമായ മനസ്സ് ബന്ധം ഉളവാക്കുന്നു. വിഷയവിമുക്തമായ മനസ്സ് മോക്ഷപദവിയിൽ എത്തി നിൽക്കുന്നു. നിർവിഷയമായ മനസ്സാണ് മോക്ഷം നേടിത്തരുന്നതെങ്കിൽ ഒരു മോക്ഷേച്ഛു സദാ മനസ്സിനെ നിർവിഷയമാക്കി തീർക്കാൻ യത്നിക്കേണ്ടതാണ്. നിർവിഷയമായി തീരുന്ന മനസ്സ് നിരുദ്ധമായി ഹൃദയത്തിൽ ഉപശമിക്കുന്നു. അതോടെ ഒരു തപസ്വി ഉന്മനീഭാവത്തിൽ എത്തിച്ചേരുന്നു. മനസ്സിൻ്റെ ഉപശമം കൊണ്ടുണ്ടാകുന്ന ആത്മാനുഭവമാണ് ഉന്മനീഭാവം. ഇതു തന്നെയാണ് മോക്ഷം. അതുകൊണ്ട് മനസ്സ് എപ്പോൾ ഹൃദയത്തിൽ കെട്ടടങ്ങി കാണാതാകുമോ അപ്പോൾ വരെ ഒരു സാധകൻ ചിത്തനിരോധമെന്ന യോഗം അഭ്യസിക്കേണ്ടതാണ്. അതുകൊണ്ട് മനസ്സ് എപ്പോൾ ഹൃദയത്തിൽ കെട്ടടങ്ങി കാണാതാകുമോ അപ്പോൾ വരെ ഒരു സാധകൻ ചിത്തനിരോധമെന്ന യോഗം അഭ്യസിക്കേണ്ടതാണ്. ബന്ധവിശകലനം. സംസാരബന്ധം തീവ്രമെന്നും മൃദുവെന്നും 2 തരമുണ്ട്. നേരിട്ട് ക്ലേശത്തെ ഉളവാക്കുന്നതുകൊണ്ട് ആസുര സമ്പത്ത് തീവ്രബന്ധമാണ്. 2 എന്ന തോന്നലേയുള്ളൂ. മതമാത്സര്യാദി ആസുര സമ്പത്തൊന്നുമില്ല എന്ന് വന്നാൽ അത് നേരിട്ട് ക്ലേശമുണ്ടാക്കുന്നില്ല. എങ്കിലും ആ ദ്വൈതഭാവം ചിലപ്പോൾ ആസുര സമ്പത്തിന് കാരണമായി തീരാവുന്നതാണ്. അതുകൊണ്ട് ദ്വൈതമാത്ര പ്രതീതിയെ മൃദുബന്ധമായി കരുതാം. വാസനാക്ഷയം കൊണ്ട് ആസുര സമ്പത്തെന്ന തീവ്രബന്ധം ഒടുങ്ങിക്കിട്ടും. വാസനാക്ഷയം കൊണ്ട് ആസുര സമ്പത്തെന്ന തീവ്രബന്ധം ഒടുങ്ങിക്കിട്ടും. മനോനാശം കൊണ്ട് തീവ്രബന്ധം ഒടുങ്ങിക്കിട്ടും. മനോനാശം കൊണ്ട് തീവ്ര മൃദുബന്ധങ്ങൾ രണ്ടും മാറും. ഇവിടെ ഒരു സംശയം വരാം. എന്നാൽ മനോനാശം മാത്രം അഭ്യസിച്ചാൽ പോരെ? വാസനാക്ഷയത്തിന് പിന്നെ അർത്ഥമില്ലല്ലോ. ഈ സംശയം ശരിയല്ല. ജീവൻ മുക്തനായാലും ശരീരം കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ടതാണല്ലോ പ്രാരബ്ധകർമ്മം. ജീവൻ മുക്തനായാലും ശരീരം കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ടതാണല്ലോ പ്രാരബ്ധകർമ്മം. അപ്പോൾ വ്യവഹാരദശയിൽ അനുഭവിച്ചു തീരേണ്ട പ്രബലമായ പ്രാരബ്ധകർമ്മം മനസ്സിനെ പൊന്തിച്ചു കൊണ്ടുവരുന്നതാണ് വാസനാക്ഷയം. ഇത്തരം മനസ്സിനെ തീവ്രബന്ധത്തിൽ അകപ്പെട്ടു പോകാതെ കാത്തുകൊള്ളുന്നു. അനുഭവിച്ചു തീർക്കൽ മൃദുബന്ധം കൊണ്ടും സാധ്യമാകുന്നതാണല്ലോ. താമസവൃത്തിയാണ് തീവ്രബന്ധം. രാജസ സാത്വിക വൃത്തികൾ രണ്ടും മൃദുബന്ധമാണ്. ദുഃഖേഷ്വനുദ്വിഗ്നമനാഹ എന്ന് തുടങ്ങുന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണ ശ്ലോകത്തിൽ ഭഗവാൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇനിയും ഒരു സംശയം വരാം. ജീവൻ മുക്തനും മൃദുബന്ധം അനുവദനീയമാണ്.
തീവ്രബന്ധം വാസനാക്ഷയം കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ മനോനാശം അഭ്യസിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സംശയവും ശരിയല്ല. പ്രാരബ്ധം ഇച്ഛാപ്രാരബ്ധമെന്നും അനിച്ഛാപ്രാരബ്ധമെന്നും പരേച്ഛാപ്രാരബ്ധമെന്നും 3 വിധമുണ്ട്. ആത്മജ്ഞാനി പോലും പുതുതായി ഇച്ഛയെ ഉളവാക്കി ചില പ്രാരബ്ധങ്ങളിൽ പെട്ടുപോയി എന്നു വരാം. ഇതാണ് ഇച്ഛാപ്രാരബ്ധം. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേർജ്ഞാനവാനപി. ജ്ഞാനവാൻ പോലും സ്വന്തം പ്രകൃതിക്കനുസരിച്ച് വർത്തിച്ചു പോകുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ വിവരിക്കുന്നത് ഈ ഇച്ഛാപ്രാരബ്ധത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഇച്ഛാപ്രാരബ്ധത്തെ ഒഴിവാക്കാൻ മനോനാശത്തിനല്ലാതെ മറ്റൊന്നിനും കഴിവില്ല. മറ്റെന്തിനെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ രാമനും നളനും ധർമ്മപുത്രരുമൊന്നും ദുഃഖിക്കാൻ ഇടവരുമായിരുന്നില്ല. ഇച്ഛാപ്രാരബ്ധത്തെ ഒഴിവാക്കാൻ മനോനാശത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. മറ്റെന്തിനെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ രാമനും നളനും ധർമ്മപുത്രരുമൊന്നും ദുഃഖിക്കാൻ ഇടവരുമായിരുന്നില്ല. പൊന്മാനിനെ കൈക്കലാക്കണമെന്നും ചൂതുകളിക്കണമെന്നുമുള്ള സ്വയം കൃതേച്ഛകളായിരുന്നുവല്ലോ ഇവരെ ആപത്തിൽ ചാടിച്ചത്. ഇത്തരം ഇച്ഛാപ്രാരബ്ധങ്ങളെ ഒഴിവാക്കാനാണ് മനോനാശം നിരന്തരം അഭ്യസിക്കേണ്ടത്. ഇച്ഛാപ്രാരബ്ധങ്ങൾ മനോനാശം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഒഴിഞ്ഞു പോകുന്നതല്ലെന്ന് പഞ്ചദശിയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. രാമ നള യുധിഷ്ഠിരന്മാർ ഈ മനോനാശം നല്ലവണ്ണം അഭ്യസിച്ചിരുന്നെങ്കിൽ അവർക്ക് പല ദുഃഖങ്ങളിൽ നിന്നും വിടുതി കിട്ടുമായിരുന്നു. ഇങ്ങനെ ജീവൻ മുക്തിക്ക് വാസനാക്ഷയ മനോനാശങ്ങൾ നേരിട്ട് കാരണങ്ങളായതുകൊണ്ട് തത്വജ്ഞാനത്തേക്കാൾ അവയ്ക്ക് പ്രാധാന്യമുണ്ട്. തത്വജ്ഞാനം മാറി നിന്ന് ഈ രണ്ടിനെയും ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജീവൻ മുക്തിയെ സംബന്ധിച്ചിടത്തോളം വാസനാക്ഷയ മനോനാശങ്ങളെപ്പോലെ പ്രധാനമല്ല തത്വജ്ഞാനം. ജ്ഞാനവും വാസനാക്ഷയവും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.